ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വൈബ് ടെക് എന്ന ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ ധോനി എന്ന സ്ഥലത്താണ്. കാട്ടിലൂടെ 4 കിലോമീറ്റർ നടന്നു. അത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാളിൽ ഒരു കുളി കാണാം. നമുക്ക് ധോനി ഫോറസ്റ്റിൻ്റെയും ധോനി വാട്ടർഫാളിൻ്റെയും കാഴ്ചകൾ. ധോനി ഫോറസ്റ്റിൻ്റെയും ധോനി വാട്ടർഫാളിൻ്റെയും കാഴ്ചകൾ കാണാം. 2 സമയമാണ് ഇവർ അനുവദിച്ചിട്ടുള്ളത്. രാവിലെ 10:30 മണിക്ക് ഒരു ബാച്ചും ഉച്ചയ്ക്ക് 1:30 മണിക്ക് രണ്ടാമത്തെ ബാച്ചുമാണ് പുറപ്പെടാറ്. 2 വനപാലകർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇവിടെയുള്ള മതിലുകളിലെല്ലാം ഈ കാട്ടിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഫോട്ടോ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ കാട്ടിലുണ്ട് എന്നാണ് നമുക്ക് നൽകുന്ന സന്ദേശം. 10:30 മണിക്കുള്ള ആദ്യത്തെ ബാച്ച് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ധോനിയിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ബാച്ചിനുള്ള സമയം ഒരുപാടുണ്ട്. പാലക്കാട് ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മസാല സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ കവാടത്തിന് മുമ്പിൽ ഈ ഒരു പെട്ടിക്കട മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും വാങ്ങിച്ചിട്ട് വേണം ഈ ഫോറസ്റ്റ് കയറാൻ. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ടിക്കറ്റ് എടുക്കാനുള്ള സമയമായി. ഇവിടെ ഓൺലൈനിൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. പ്രത്യേകം പറയാനുള്ളത്, ഫോണിൽ റേഞ്ച് വളരെയധികം കുറവുള്ളൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് സമയം വൈകിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഈ കാട് കയറുമ്പോഴുള്ള നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ ഇവിടെയുള്ള സമയവും ടിക്കറ്റ് നിരക്കും ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്ത് ഇവിടെയുള്ള ഗാർഡനെ കാണിച്ച് ഇനി കാട് കയറുകയാണ്. ഓൺലൈൻ വഴി ടിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് വഴി. അതുകൊണ്ട് തന്നെ കുറച്ച് പേർ മുമ്പേ പോയിട്ടുണ്ട്. ഏറ്റവും ഫ്രണ്ടിലായി ഒരു വനപാലകനുണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിലായിട്ടും ഒരു വനപാലകനുണ്ടാവും. ഇവരുടെ സെൻട്രൽ നിന്നിട്ടായിരിക്കണം നമ്മുടെ കാട് യാത്ര. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. ഇവിടെയുള്ള ജോലിക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമായിട്ട് ഒരുപാട് ക്വാർട്ടേഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായി ആനകളെ വളർത്തുന്നു, കുങ്കിയാനകൾ. കാട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകളെ തുരത്താൻ വേണ്ടി പരിശീലിപ്പിച്ചെടുക്കുന്ന കുങ്കിയാനകൾ. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു ആനക്കാഴ്ചയും കണ്ട് തന്നെ ഈ കാട് കയറാം. ഇങ്ങനെ ധോനി ഫോറസ്റ്റിൻ്റെയും ധോനി വാട്ടർഫാളിൻ്റെയും കാഴ്ചകൾ കണ്ട് 1ാമത്തെ ബാച്ച് തിരിച്ചു വരുന്നു. ഈ യാത്രയിൽ പ്രത്യേകം പറയാനുള്ളത്, ഈ യാത്രയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് പ്രത്യേകം നമ്മൾ ഈ വനപാലകരെ അറിയിക്കേണ്ടത് നിർബന്ധമാണ്. ആ സമയത്ത് തന്നെ അവരെ ഓഫീസ് ഭാഗത്തേക്ക് നിർദ്ദേശം നൽകുകയും അവരുടെ വാഹനമെടുത്ത് നമ്മെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യും. 4 കിലോമീറ്റർ ദൂരമുണ്ട് ഈ വനപാതക്ക്. ഈ 4 കിലോമീറ്റർ നടന്നിട്ട് വേണം നമുക്ക് ധോനി വാട്ടർഫാളിലേക്ക് എത്താം. കാട് കയറും തോറും
മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം അവയുടെ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. നട്ടുച്ചയാണെങ്കിലും വല്ലാത്ത സുഖമുള്ളൊരു തണുപ്പാണ് ഈ കാടിന്. ആനകളിറങ്ങുന്ന ഇടമാണിവിടെ. ആനപ്പിണ്ടത്തിൻ്റെ ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാ കിടക്കുന്നു ആനപ്പിണ്ടം. ഇത് കണ്ടപ്പോൾ ഇവിടെ അടുത്തെങ്ങാനും ആനയുണ്ടോ എന്നുള്ള ചെറിയൊരു ഭയം. എന്നാലും കാടിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് ഇതാ യാത്ര തുടരുകയാണ്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളും കണ്ട് വനപദയാത്രയുടെ 2 കിലോമീറ്ററിലേക്ക് അടുത്തിരിക്കുകയാണ്. മലമുകളിൽ നിന്നും വരുന്ന നീർച്ചാലുകളുടെ അതിമനോഹരമായിട്ട് കാഴ്ചകളും ഈ യാത്രയിൽ പെടും. ഇനി ഇവിടെ നിന്നും 2 കിലോമീറ്റർ കൂടിയുണ്ട് ധോനി വാട്ടർഫാളിലേക്ക്. ഈ 2 കിലോമീറ്റർ യാത്ര ഈ റോട്ടിലൂടെയും അതുപോലെ തന്നെ ഈ കാട്ടിലെ ഷോർട്ട് കട്ടിലൂടെയും ഇവിടെ എത്തിപ്പെട്ടവരുണ്ട്. ഏറ്റവും സുരക്ഷ ഈ കാട്ടിലെ റോട്ടിലൂടെ തന്നെയാണ്. കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് ഈ ട്രെക്കിംഗ് തുടരാം. തുടക്കത്തിൽ ഞങ്ങൾ വളരെയധികം ബാക്കിലായിരുന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിലാണ്. കാട്ടിലെ ഷോർട്ട് കട്ടിലൂടെ ഈ യാത്രയുടെ നീളം കുറക്കാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് കാണാം. ധോനി വാട്ടർഫാളിലേക്കുള്ള ആരോ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കടുവ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എന്നുള്ള സിഗ്നൽ കൂടിയാണിത്. അങ്ങനെ ധോനി വാട്ടർഫാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആളുകളെല്ലാം ഒപ്പമെത്തി തുടങ്ങിയിട്ടുണ്ട്.
പറഞ്ഞാ അറിയുള്ളൂ, മൊത്തത്തിൽ പിടിക്കും. ആ നീല ജേഴ്സി അണിഞ്ഞ വനപാലകനാണ് ഈ ബാച്ചിനെ മുമ്പിൽ നയിക്കുന്നത്. കാടറിയാത്തവർക്ക് കാടിനെപ്പറ്റി പറഞ്ഞു കൊടുക്കും. കാടിൻ്റെ നേരായ വഴിയിലൂടെ ധോനി വാട്ടർഫാളിലേക്ക് എത്തിക്കും ഈ വനപാലകൻ നമ്മെ. പല സ്ഥലങ്ങളിലും മൃഗങ്ങളുടെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നത് കാട്ടുപോത്തിൻ്റേതാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, ഇതുവരെ നമ്മൾ ഒരു അനിമൽസിനെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ 4 കിലോമീറ്റർ നടന്ന് നമ്മൾ അതിമനോഹരമായിട്ടുള്ള ആ വാട്ടർഫാളിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ബോട്ടിൽ വെള്ളമെങ്കിലും കരുതണം എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്. കയ്യിലുള്ള 2 ബോട്ടിൽ വെള്ളവും തീർന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒരിക്കലും കാട്ടിലേക്ക് വലിച്ചെറിയരുത്. 25,000 രൂപയാണ് പിഴ ഇവർ ഈടാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വളരെ അപകടം നിറഞ്ഞൊരു ഇടമാണെന്നും 6 പേരിവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതുമായിട്ടുള്ള ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ധോനി വാട്ടർഫാളിൻ്റെ ഈ അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് മുതിർന്നവരും കുട്ടികളും 4 കിലോമീറ്റർ കാട്ടിലൂടെ നടന്ന് ഇവിടെ എത്തിപ്പെടുന്നു. പലയിടങ്ങളിലും സന്ദർശകരുടെ ശ്രദ്ധയ്ക്കായിട്ടുള്ള ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു. 6 പേരുടെ മരണത്തിനു ശേഷമാണ് ഇവിടെ ഇതുപോലുള്ള കമ്പിവരികളെല്ലാം കെട്ടി സന്ദർശകർക്ക് കാണാനുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. വെള്ളം കുറവുള്ള സമയങ്ങളിൽ മാത്രം, അതും ഈ വനപാലകരുടെ സമ്മതത്തോടു കൂടി മാത്രം. ഞങ്ങളുടെ ബാച്ചിൽ നിന്നും വന്ന കുറേ പേർ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഈ തണുത്ത വെള്ളത്തിൽ ഞങ്ങൾക്കും ഒന്ന് കുളിച്ചിട്ട് വേണം ഈ കാടിറങ്ങാൻ.
അങ്ങനെ വാട്ടർഫാളിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി കാടിറങ്ങുകയാണ്. ഈ യാത്ര കാട്ടിലെ ഷോർട്ട് കട്ടിലൂടെയാണ്. 4 കിലോമീറ്റർ നടന്ന് വാട്ടർഫാളിലേക്ക് എത്തിയ ക്ഷീണം മാറാൻ ഈ തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചാൽ മതി. ഇന്ന് ഞങ്ങളുടെ ഈ യാത്രയിലുള്ളത് തമിഴ്നാട് സ്വദേശിയായ രഘുവരനാണ്. കേരളത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് രഘുവരൻ. അങ്ങനെ കാടിൻ്റെ ഷോർട്ട് കട്ടിലൂടെ നമ്മൾ ഏകദേശം ധോനി ഫോറസ്റ്റിൻ്റെ കവാടത്തിലെത്താറായിട്ടുണ്ട്. പോകുമ്പോഴുള്ള ദൂരത്തേക്കാൾ പകുതിയെ ഈ ദൂരം വരുന്നുള്ളൂ. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ഈ റൂട്ട് ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. കാരണം വളരെയധികം റിസ്ക് ഉള്ളൊരു റൂട്ടാണ്. ധോനി വാട്ടർഫാളിൻ്റെ കാഴ്ചകൾ കാണാൻ വരുന്ന സഞ്ചാരികൾ അവരുടെ ID പ്രൂഫ് ഇവിടെ നൽകണം. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ഇവരുടെ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് പുറത്തേക്ക് പോകാനും പാടും. അങ്ങനെ ധോനി ഫോറസ്റ്റിൻ്റെയും ധോനി വാട്ടർഫാളിൻ്റെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതിനെ വെയിറ്റ്.